ഒരു പാട്ടിനെ പറ്റി വിമർശിക്കണമല്ലോ. ഏത് പിടിക്കും? ആ, ഡാഡി മമ്മി വീട്ടിലില്ലേ, തടപോടെ യാരുമില്ലേ. അതിൽ തെറ്റിപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? ഡാഡി മമ്മി വീട്ടിലില്ലേ, തടയാനും ആരുമില്ലേ, വേണമെങ്കിൽ നീ വന്നിട്ട്. ഓക്കെ 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 ഓക്കെ. ആരെങ്കിലും ഒന്ന് വിമർശിക്കാൻ കിട്ടിയായിരുന്നെങ്കിൽ. ആഹാ, വന്നല്ലോ. എക്സ്ക്യൂസ് മീ സർ, യെസ്, വാട്ട് ഈസ് മീ? ഞാനൊരു ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്നെയോ? ആ. ഇരിക്കൂ ഇരിക്കൂ ഇരിക്കൂ. അപ്പം സാറ് TP ചാത്തമംഗലം? ആ, അതെ, ഞാനാണ് TP ചാത്തമംഗലം. ആ. ശരിക്കും എൻ്റെ പേര് TP ചത്തമംഗലം എന്നായിരുന്നു. ഫിഗർ കണ്ടാലേ ഏകദേശം അതേമാതിരി തോന്നും. വേണ്ട 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 വേണ്ട, എന്നെ എങ്ങോട്ട് വിമർശിക്കണ്ട. ഓ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ചാത്തമംഗലത്തിൽ സ്ഥലം മാറ്റം കിട്ടി. അങ്ങനെ ഞാൻ ചാത്തമംഗലമായി. സാർ ഒരുപാട് കാലങ്ങളായി. ഇതെന്താ തൂങ്ങുന്നേ? അത് എന്റെ ഒരു ഇതെന്താ? മാല. ഒരു 10 കൂടെ ആവാരും ചരട്. സാർ എന്നെ വിമർശിക്കാൻ അത്രേ ഉള്ളൂ. നോക്കുമ്പോ. സാറ് മൊത്തം വിമർശനത്തിന്റെ ആളാണോ? മൊത്തം എന്ത് ചോദിച്ചാലും വിമർശിക്കും. ക്യാമറ മുമ്പിലുണ്ടല്ലേ, ഓ, ഉണ്ട്, ഉണ്ട്, എന്ത് ഉണ്ട്. ചോദിച്ചാലും ക്യാമറ വിമർശിക്കും. റെഡിയാ. എന്റെ കൽബിലെ വെണ്ണിലാവു ഹായ്, നീ നല്ല പാട്ടുകാരാ, ആഹാ. തട്ടമിട്ടു ഞാൻ. ആ പാട്ടിനെ പറ്റി എന്താ അഭിപ്രായം? ആ പാട്ട് കുഴപ്പം എന്താണെന്ന് വെച്ചാല് എന്താ കുഴപ്പം? മ്യൂസിക് ഒക്കെ ഓക്കെയാണ്, ഏ? വരികളാണ് പ്രശ്നം. വരികൾക്ക് എന്താ പ്രശ്നം? വരികളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാർ, അവിടെ കുഴപ്പമില്ല. കുഴപ്പമില്ല. പിന്നെ നിന്റെ കൽബിലെ വെണ്ണിലാവ്, അവിടെയും കുഴപ്പമില്ല. പിന്നെന്താ കുഴപ്പം? കുഴപ്പം എവിടെയെന്നറിയോ? നിന്റെ പുഞ്ചിരി പാലിനുള്ളിലെ പഞ്ചസാരയാവാം, അവിടെയാണ് കുഴപ്പം. ഏ? ഒന്ന് ചിരിച്ചേ. ശോ, പെറ്റ തള്ള സൈക്കിളിലറ്റ ചിരി. ഉം. ശരിക്ക് ചിരിക്കട എങ്ങനെ? എവിടെ എന്ത്? പാലെന്തേ? പാലോ? പഞ്ചസാര എന്തേ? പഞ്ചസാര? ഒന്നും കൂടി ചിരിച്ചേ. ഇന്ന് ഉച്ചക്ക് എന്താ കഴിച്ചേ? ചിക്കനും പൊറാട്ടയും. ഒരു പീസിന്റെ പല്ലിന്റെ അടുക്ക് എടുത്തുകളാ. ഇപ്പോഴാണ് ശരിയായത്. നിന്റെ പുഞ്ചിരി പല്ലിനുള്ളിലെ ചിക്കൻ ചില്ലിയാവാം. ഇത് ചിരിക്കുമ്പോ എവിടെ പാല്, എവിടെ പഞ്ചസാര? സംഭവമാണ്. നെക്സ്റ്റ് നെക്സ്റ്റ്. അല്ലിപ്പൂവേ മല്ലിപ്പൂവേ മല്ലിപ്പൂവേ അല്ലിപ്പൂവേ. ആ പാട്ടിനെ കുറിച്ച് എന്താ അഭിപ്രായം? അതായത് അല്ലിപ്പൂവേ മല്ലിപ്പൂവേ. ആ. അതായത് ആ. ഈ പാട്ട് എഴുതാൻ ഈ കവ ഇരിക്കുന്ന സമയത്ത് കവയോ? ആ. എന്ത് കവ? എഴുന്നാളില്ലേ? ആ, കവി കവി. എടാ, അത് പെണ്ണുങ്ങളെ പറയുമ്പോ കവി, ആ. അത് സ്ത്രീലിംഗം. ആ. ഇത് വള്ളി പോയാൽ കവ. കവ. ഉം. ഇത് എഴുതാനിരിക്കുന്ന സമയത്ത് മുല്ലപ്പൂവിന്റെ കച്ചവടമായിട്ട് ഒരാൾ പോകുന്നുണ്ടായിരുന്നു. ഓഹോ. മുല്ലപ്പൂവേ മുല്ലപ്പൂവേ ആ. മുല്ലപ്പൂ. ഇത് കേട്ടപ്പോ ആ. കവയ്ക്ക് തോന്നി ഉം. പാട്ട് കിട്ടി. ഉം. മുല്ലപ്പൂവിന്റെ അവിടെ അല്ലിയും മല്ലിയും ചേർത്തു. അല്ലിപ്പൂവേ മല്ലിപ്പൂ. അത്രേ ഉള്ളൂ. സിമ്പിൾ അത്രേ ഉള്ളൂ. സിമ്പിൾ. അടിച്ചു മാറ്റി. ഈ മുല്ലപ്പൂവിന്ന് അടിച്ചു മാറ്റിയതല്ലേ. വേറൊരു സംശയം ചോദിക്കട്ടെ? ഇപ്പം കുറച്ചു കാലങ്ങളായി സൂപ്പർ ഹിറ്റ്, ഇപ്പോഴും സൂപ്പർ ഹിറ്റ് ആണ്. ഒക്കെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളാണല്ലേ. അതെ അതെ. ഡലാമു ഡലാമു ഡലാ ഡലാ ഡലാമു 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 ഡലാമു. തമിഴ് പാട്ട്. ആ, തമിഴ് പാട്ട്. അതിനെന്താ കുഴപ്പം? അതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാല് അത് ശരിക്കും നമ്മുടെ ഒരു ജീവിയുടെ പേരില്ലേ, ആ. ആ ജീവിയുടെ പേരിന്ന് അടിച്ചു മാറ്റിയതാ. ഏ? അതായത് ഞാൻ പറഞ്ഞത്, അതെങ്ങനെ? ഈ പാട്ട് ഞാൻ പാടുമ്പോൾ പാടുന്ന സമയത്ത് എന്റെ കൂടെ പാടുക. ആ. ഞാൻ സ്ലോ ആക്കുന്ന സമയത്ത് സ്ലോ ആക്കുക, സ്പീഡ് ആക്കുമ്പോൾ സ്പീഡ് ആക്കുക. ഓ. ഓക്കെ, ഓക്കെ, ഓക്കെ. റെഡി സ്റ്റാർട്ട്. ദലാമു ദലാമു ദലാ ദലാ ദലാമു 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 മുതലെന്ന് അടിച്ചു മാറ്റിയല്ലേ. ഓ, കൊടുകൈ. പിന്നെ എനിക്ക് മലയാള സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട്. എന്തൊരു പാട്ടാണെന്നറിയോ? അതാണ് വരികള്. സ്കൂൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടവും, പഠിക്കാൻ പറ്റും. 1 2 3 4 തിരകള് വന്നേ വന്നേ ചാഞ്ചാടും തീരമോ സ്റ്റൈലല്ലേ. ഓ, നഴ്സറി കുട്ടികൾ എന്ത് പഠിക്കാം. വരികളാണെന്നറിയോ? അത് എഴുതിയോനിപ്പ എന്റെ കൈ കിട്ടണം. ഈ 1 2 എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു സംഭവം ഓർമ്മ വന്നത്. സാറ് 1 തൊട്ട് 10 വരെയുള്ള പാട്ടുകളെ കുറിച്ച് പാടുമെന്നോ? 1 മുതൽ 10 വരെ. ആ. ഓ, പാടും പാടുവോ? ഇഷ്ടം പോലെ. എന്നാ 1നെ പറ്റി. ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എന്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. ഓക്കെ. 2. രണ്ടക്ക 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 രണ്ടാക്കാം വേണ്ട വേണ്ട, ഇത് രണ്ടാക്കാം. കഴിഞ്ഞിട്ട് മതി. ആ. 3. മൂന്നാറിലെ മൂവന്തിയായി മുത്താരമായി തീർക്കാം. 4. നാലുകെട്ടിൻ അകത്തളത്തിൽ. 5. 5ഉം 6ഉം കൂടെ ഒരുമിച്ച് തരാം. ഒരുമിച്ചോ? ഒരുമിച്ച് 5-6 രൂപയ്ക്ക് മണിമാല് ഉൻ കഴുത്തിക്ക് പൊരുത്തമടാ. പോരെ? അപ്പൊ 7. 7 സ്വര. ഏത് പോലീസുകാരൻ അറിഞ്ഞൂടെ? ഓ, 8 കിട്ടില്ല. 8 കിട്ടും. 8ഉം പൊട്ടും തീരിയാത്ത പാവാടക്കാരി. 9. 9 പ്രശ്നാണ്. വരും വരും വരും. ആ. 9 വരും. അച്ചാർ വേണോ? കിട്ടി. ആ. 9 കിട്ടി. ആ. മൂന്നാറിലെ മൂവന്തിയായി മുത്താരമായി തീർക്കാം. നേരത്തെ 3 പാടിയില്ലേ? ഏത്? നേരത്തെ
മൂന്നിലോ? 3-ല് 3 6 എത്ര? 9. ശരിയായില്ലേ? ആ, അത്രേ 9. ഉള്ളൂ. ഓ, അടുത്ത ചോദ്യം. ഉറങ്ങാൻ നീ എനിക്കരികിൽ വേണം, ഉണരുമ്പോൾ ആ പാട്ടിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഉണരുമ്പോൾ എനിക്ക് ഇനിയാകണം. ഉഗ്രം പാട്ട്. പക്ഷെ ചിത്രീകരിച്ച് ഭയങ്കര ബോറായി പോയി. വിഷ്വല പ്രശ്നം. വളരെ അബദ്ധമായി പോയി. അതെന്താ? അത് എന്റെ ഒരു സങ്കല്പത്തിൽ ആ. ഞാൻ കാണിച്ചു തരാം അതിന്റെ ഡെമോൺസ്ട്രേഷൻ. ഓ. ഉറങ്ങാൻ നീ എനിക്കരികിൽ വേണം, ആ. ഉണരുമ്പോൾ എൻ കണിയാ വേണം. ഉം. ആ ഉണർന്നാൽ പിന്നെനിക്കുണർവേകാൻ ചുടുചുംബനത്തിൻ. വെലസി. അതാണ് അതാ correct. പിന്നെ സാറിനോട് ചോദിക്കാൻ മറന്നുപോയത്, ആൽബങ്ങളെ പറ്റി സാറിന്റെ അഭിപ്രായം എന്താ? ഏത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ കളറാണോ? അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റേത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഞാൻ കല്യാണ ആൽബങ്ങളെ പറ്റിയല്ല പറയുന്നത്. പിന്നെ? അതായത് ആൽബങ്ങൾ എന്ന് പറഞ്ഞ സോങ്സ് വിഷ്വൽ ചെയ്തിട്ട് ഇങ്ങനെ പാട്ട്. പാട്ട്. അതെ അതെ. ചിരിക്കാതിരിക്കാൻ പറ്റില്ല. ഏ? ഇപ്പൊ ഏത് പോലീസുകാരനും പറ്റുന്ന പണിയാണ് ആൽബം. ആ. ആർക്കും ചെയ്യാം, ഏ? എങ്ങനെയും ചെയ്യാം. ആഹാ. അതായത് കോഴിക്കോട് നിന്ന് അങ്ങോട്ട് വടക്കോട്ടുള്ള സ്ഥലങ്ങൾ എടുക്കുക. ഒന്ന് പറഞ്ഞേ, കൊയിലാണ്ടി, വടകര, തലശ്ശേരി, കണ്ണൂർ, ഈ സ്ഥലങ്ങളിൽ പെട്ട ഒരാള്, ആ. അയാളുടെ പേരിന്റെ കൂടെ ഈ സ്ഥലത്തിന്റെ പേരും ചേർക്കുക. ആ. പേരെന്താണ്? എന്റെ പേര് റസാഖ്. റസാഖ്. ആ. വടകര റസാഖ് ഏ? പാട്ടുകാരനായി. ആ, പാട്ടൊന്നും അറിയണ്ട. കൊയിലാണ്ടി സലീം, ആ, ജാഫർ കൊച്ചി, ആ. പിന്നെ ജലാലുദ്ദീൻ കോടത്തൂര് ആ. ആയി. അത്ര മതി, പാട്ടുകാരനായി. ആ. പാട്ടുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അത്ര എളുപ്പം വേറെ ഒന്നിനും, ഒരു സംഭവത്തിനും ഇല്ല. അതെങ്ങനെ? ഒരു മുസ്ലിം പെൺകുട്ടിയുടെ പേര് പറയൂ. സാജിദ, പിന്നെ ഫാത്തിമ, പിന്നെ സാഹിബ, റജുല, റജുല, നജുല, നസീമ, ആ. ഇങ്ങനെ കുറെ മുസ്ലിം പെൺകുട്ടികളുടെ പേര് കണ്ടെത്തുക. ആ. എന്നിട്ട് അതിന്റെ കൂടെ നീ എന്റേതല്ലേ, ആ. ഞാൻ നിന്റെ സ്വന്തമല്ലേ, നീ എന്റെ കൽബല്ലേ എന്ന് പറഞ്ഞ ആൽബത്തിലെ പാട്ടായി. അതെങ്ങനെ? അതല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നീ എന്റേതാണ്, നീ എന്റെ കൽബാണ്. ആ. പിന്നെ വേറെ വലിയൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ചിരിക്കുട്ടൻ പാടിയ പാട്ടില്ലേ, ഉം. നീ എന്റേതല്ലേ, ആ. ഞാൻ നിന്റേതല്ലേ. അതിനുശേഷം വേറെ പാട്ടിറങ്ങിയില്ലേ, ഏ. ഇതേ വരി തന്നെ. ആ. നീ എന്റേതല്ലേ, ഉം. ഞാൻ വേറെ ഇറങ്ങി, ആ. നീ എന്റേതാണ് സജിന. ആ. ഇതൊക്കെ നീ എന്റേതല്ലേ, ഞാൻ നിന്റേതല്ലേ, ഇങ്ങനെ മാത്രം മതിയോ? അതെ പാട്ടിനൊരു ഇത് വേണ്ടേ, അതെ. അർത്ഥം വേണ്ടേ? അതെ. ഞാൻ ഭയങ്കരമായിട്ട് വിമർശിക്കുന്ന ആളാ. ആ. അതുപോലെ ഇവരൊക്കെ ടോയ്ലറ്റിൽ നിന്നിട്ടാണ് പാടുന്നത്. ഏ. പാട്ട് കേൾക്കുമ്പോഴറിയാലോ. ആ. ഇത് കേട്ടോ. എത്ര നാള് കാത്തിരുന്നു ഒന്ന് കാണുവാൻ, എത്ര നാളു നാം ഇരുന്നു ഒന്ന് നീണ്ടുവാൻ, എന്റെ മണവാട്ടി പെണ്ണാണോ. എന്ത് കാര്യമുണ്ട് ഇതിലൊക്കെ? അതെ, ഒരു അതെ, കാര്യമില്ല. അതെ. ഇത് ഹിന്ദിക്കാരൊക്കെ സ്റ്റൈലാണ്. അത് അനുകരിക്കാണ് ഇവരും. അതെ. മോഷൻ സുഖമായിട്ട് പോകാൻ വേറൊരു പാട്ടുണ്ട് ഹിന്ദിയിൽ. ഏ. ഓ ആഷിഖ്മാനായ. ആ പാട്ട് കഴിയുമ്പോഴേക്കും മോശം ക്ലിയർ ആയി. ഇത് കണ്ടിട്ടാണ് ഇവര് ഈ ശബ്ദം അങ്ങനെ ആ. ഭയങ്കരമായിട്ട് വിമർശിക്കും ഞാൻ. സാറിന് ഈ ആൽബങ്ങളെ പറ്റി തീരെ അഭിപ്രായമില്ല. തീരെ അഭിപ്രായമില്ല. സാറിന് പഴയ പാട്ടുകളോടാണ് കൂടുതൽ താല്പര്യം എന്ന് പുതിയ തോന്നുന്നു. ആൽബങ്ങളോട് എനിക്ക് വെറുപ്പ്, അറപ്പല്ലേ? അറപ്പ്. ആ. എന്തതിന് ഇംഗ്ലീഷിൽ പറയാ? That's means അത് തന്നെ, അത് തന്നെ, അതാണ്. ആ. ആ, ഛു. ഏ. സാറിന് മൊബൈൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇവിടുന്നില്ല. ഇതാരതാ മൊബൈൽ? ഇതെന്താ? എന്ത് ഇതാര ഫോണാ? നിങ്ങളേതാ? ഇത്രയും നേരം വിമർശിച്ചിട്ട് ആൽബം തേങ്ങാക്കോല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഫോണിലെ പാട്ട് ഏതാ? നീ എന്റേതല്ലേ, ഞാൻ നിന്റേതല്ലേ? അല്ലേ?